ടു എജുഗ്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാനലിൽ എം യുൻ്റെ അണ്ടറിലും ഇ ഡബ്ല്യുൻ്റെ അണ്ടറിലും ബി എച്ചിൻ്റെ അണ്ടറിലൊക്കെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് ഇട്ടിട്ടുണ്ട്. തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൽ 2025 കയറിയത് കേരള റാങ്ക് വന്നപ്പോൾ അങ്ങനെ ഇട്ടിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ചോദിച്ചത് മുസ്ലിം മൈനോറിറ്റിയുടെ, NRIയുടെ, അതുപോലെ ഇപ്പോൾ SD കാരുണ്ട്, ഈ എക്സസ് സർവീസിലുള്ളവരുണ്ട്. അപ്പോൾ ഈ എക്സ് സർവീസ്മെൻ റിസർവേഷനിലുള്ളവർ, അങ്ങനെ കുറേ കോട്ട അല്ലെങ്കിൽ പുറത്തുള്ളവർ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലല്ല പുറത്ത് ഡൊമിസൈലായ ആൾക്കാർ ഇവിടെ അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ അവർക്കില്ല ചാൻസിൻ്റെ ലാസ്റ്റ് കട്ട് ഓഫ്. അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചത് അതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫാണ് നോക്കണം. മുസ്ലിം മൈനോറിറ്റിയിൽ, NRIയിൽ, അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർ, ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർ, NCC കോട്ട, അങ്ങനെ പല കോട്ടയിലുള്ളവർക്കും എല്ലാവരുടെയും ലാസ്റ്റ് ഇയറിൽ ഓരോ കോളേജസിൽ എത്ര കയറിയിരിക്കണം MBBSൻ്റെ കാര്യമാണ് നോക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ കോഡുകളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. AM എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ മെറിറ്റ് ആണ്. AC ഓൾ ഇന്ത്യ, ഇത് ഏകദേശം കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇതൊക്കെ അറിയാം. MM മുസ്ലിം മൈനോറിറ്റി, NC NRI ക്രിസ്ത്യൻ, NM NRI മുസ്ലിം മൈനോറിറ്റി, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ. ഡിഗ്രി ഒരു ഡിപ്ലോമ ഇൻ ആയുർവേദ, അതൊക്കെ ഓരോ ഡിഗ്രി ഹോൾഡേഴ്സിൻ്റെ ഇതില്ല കേട്ടോ, DM ഇല്ല കേട്ടോ, ഡിഗ്രി ഹോൾഡർ ഇൻ BDS. ബാക്കി കോഡുകളൊക്കെ നിങ്ങൾ ഏകദേശം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലായി വിചാരിക്കണേ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഓരോ കോളേജസിൽ, ഗവൺമെൻറ് കോളേജിൽ ലാസ്റ്റ് ഇയർ എത്ര മുതൽ ഇതുവരെ കയറി എന്നാണ് നോക്കുന്നത്. ഓക്കെ, ഒക്കെ എളുപ്പത്തിനാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കിയത്. കാരണം ഒരു അത്യാവശ്യം വലിയ എക്സ്റ്റൻഡ് PDF ആണെങ്കിൽ BHും SC ST അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്കതിങ്ങനെ സ്ക്രോൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയാണ് ഞാൻ ക്രോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ട്രിവാൻഡ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഒരു കാറ്റഗറി DAൻ്റെ അണ്ടറിൽ 13,014, PDൻ്റെ അണ്ടറിൽ 39,940. കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഫിസിക്കൽ ഡിസബിലിറ്റിയിൽ ഏതുവരെ കയറുന്നു. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ കാണാം. PIൻ്റെ അണ്ടറിൽ 2, SDയുടെ അണ്ടറിൽ 2,458, എക്സ് സർവീസ്മാൻ്റെ ഇതിൽ കയറിയിരിക്കുന്നത് 1,894. ഇനി അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം നോക്കുമ്പോൾ DAൻ്റെ അണ്ടറിൽ 13,937, HR-ൻ്റെ അണ്ടറിൽ 28,775, PDൻ്റെ അണ്ടറിൽ 42,969, PIൻ്റെ അണ്ടറിൽ 3. അടുത്ത ഇടുക്കി നോക്കുമ്പോൾ CCയുടെ അണ്ടറിൽ 3, PDയുടെ അണ്ടറിൽ 44,709, PTയുടെ അണ്ടറിൽ 6. അടുത്ത കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നോക്കുമ്പോൾ CCയുടെ അണ്ടറിൽ 1, DAൻ്റെ അണ്ടറിൽ 7,273, PDൻ്റെ അണ്ടറിൽ 25,251, PTയുടെ അണ്ടറിൽ 1, SDയുടെ അണ്ടറിൽ 438, XSൻ്റെ അണ്ടറിൽ 362. അടുത്ത കൊല്ലം മെഡിക്കൽ കോളേജിൽ PDയുടെ അണ്ടറിൽ 43,947, PIൻ്റെ അണ്ടറിൽ 2. അത് കണ്ണൂരിൽ നോക്കുമ്പോൾ PDയുടെ അണ്ടറിൽ 41,698, PIൻ്റെ അണ്ടറിൽ 5. ഇനി അടുത്ത് നോക്കുമ്പോൾ കാസർഗോഡ് കാണിക്കുന്നില്ല, അത് ഏകദേശം ഫില്ലായിട്ടാണ്. കോട്ടയത്ത് നോക്കുമ്പോൾ CCയുടെ അണ്ടറിൽ 2, DAൻ്റെ അണ്ടറിൽ 13,430, DKൻ്റെ അണ്ടറിൽ 23,204, PDയുടെ അണ്ടറിൽ 31,194, PIൻ്റെ അണ്ടറിൽ 1, XSൻ്റെ അണ്ടറിൽ 604. അടുത്ത മഞ്ചേരി നോക്കുമ്പോൾ DAൻ്റെ അണ്ടറിൽ 13,760, PDയുടെ അണ്ടറിൽ 43,642, PIയിൽ 4, SDയുടെ അണ്ടറിൽ 2,599 ആൻഡ് XSൻ്റെ അണ്ടറിൽ 1,273. പാലക്കാടില്ല. അടുത്ത കൊന്നി നോക്കുമ്പോൾ പത്തനംതിട്ടത്തെ കൊന്നി നോക്കുമ്പോൾ DMയിൽ 22,110, PDയിൽ 43,821, PTയിൽ 5. തൃശ്ശൂരിൽ DAയിൽ 10,305, HR-ൽ 11,187, PDയിൽ 36,644, PTയിൽ 3, XSൽ 709. അടുത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം നോക്കുമ്പോൾ DAയിൽ 13,306, DKയിൽ 2,696, NQയിൽ NRI കോട്ടയാണ് NQ 22,223, PDയിൽ 30,485, PTയിൽ 4, XSൽ 441. അടുത്ത വയനാട് നോക്കുമ്പോൾ PDയിൽ 44,137 വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഫുള്ള് വരുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അലാസർ മുതൽ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. സെൽഫ് ഫിനാൻസിൽ നോക്കുമ്പോൾ AM ഓൾ ഇന്ത്യ കോട്ട വഴി, എന്ന് വെച്ചാൽ പുറത്ത് കേരളത്തിലല്ലാതെ പുറത്തുണ്ടായിരുന്ന ആൾക്കാർ ഓൾ ഇന്ത്യ മെറിറ്റ് വഴി നോക്കുമ്പോൾ 7,150. ഇതൊക്കെ തേർഡ് ഫേസിൻ്റെ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ആട്ടോ. ഫസ്റ്റോ സെക്കൻഡോ അല്ല, തേർഡിലാണ്. ഇതേപോലെ തന്നെ ഇയർ വരണം എന്നൊരു നിർബന്ധമില്ല. കാരണം ഇയർ വൈസ് നിങ്ങൾക്ക് അതിനെ അറിയാം, വേരിയേഷൻസ് ഉണ്ട്. 25ൻ്റെ എക്സാം പോലെ അല്ല 26, അങ്ങനെ കുറേ റാങ്കിലും കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, നിങ്ങൾ എങ്ങനെ പ്രയോറിറ്റി ലിസ്റ്റ് റെഡിയാക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ ഇയർ ഇത്ര കയറിക്കണം, അപ്പോൾ ഞാൻ ഈ ഇയർ വെയിറ്റ് ചെയ്ത് കാര്യമുണ്ടോ എന്നൊക്കെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്ത അല്ലാസാറിൽ AMയിൽ 7,150, മുസ്ലിം മൈനോറിറ്റിയിൽ 14,048, NRൽ 43,873. അടുത്ത അമലയിൽ നോക്കുമ്പോൾ ACയിൽ 7,059, AMയിൽ 2,504, NCയിൽ 24,800, NRൽ 15,190. അടുത്ത അസീസിയയിൽ നോക്കുമ്പോൾ AMയിൽ 6,522, MM-ൽ 12,316, NM-ൽ 44,474, NRൽ 32,089. അടുത്ത നോക്കുമ്പോൾ AC യിൽ നോക്കുമ്പോൾ ബിലീവേഴ്സ് ചർച്ചിൽ ACയിൽ 8,885,
എമ്മിൽ 3118, എൻ സിയിൽ 27585, എൻ ആറിൽ 15657. അടുത്തത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പടി വയനാട് നോക്കുമ്പോൾ എമ്മിൽ 6165, എൻ ആറിൽ 42556. അപ്പോൾ എൻ ആർ ഐ കോട്ട വഴിയൊക്കെ കയറുന്നവരാണെങ്കിൽ ഏകദേശം 40,000-41,000 വരെയൊക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഫസ്റ്റിൽ സെക്കൻഡിൽ തേർഡ് അലോട്ട്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഇപ്പോൾ മുസ്ലിം മൈനോറിറ്റി ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുസ്ലിം മൈനോറിറ്റി അൽ-അസാർ കോളേജിൽ 14,048 വരെ കയറിക്കണം. ഈ ഒരു 14,000 കയറണം എന്നല്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടി ഇപ്പോൾ അസീസിയയിൽ നോക്കുമ്പോൾ മുസ്ലിം മൈനോറിറ്റി 12,316 കയറിക്കണം. അപ്പോൾ ഏകദേശം ആ റേഞ്ചിലുള്ളവർക്കൊക്കെ മുസ്ലിം മൈനോറിറ്റി വഴി സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത സെൽഫ് ഫിനാൻസിങ് കോളേജസിലേക്ക് പോവാം. MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ നോക്കുമ്പോൾ എമ്മിൽ 3208, എമ്മിൽ 5780, എൻ ആറിൽ 3040. അത് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് ട്രിവാൻഡ്രം നോക്കുമ്പോൾ എമ്മിൽ 3018, എൻ ആറിൽ 27,900. ജൂബിലി മെഷീൻ നോക്കുമ്പോൾ AC-യിൽ 6254, എമ്മിൽ 2277, എൻ സിയിൽ 24,043, എൻ ആറിൽ 14,224. അടുത്ത KMCT മെഡിക്കൽ കോളേജ് മുക്ക നോക്കുമ്പോൾ എമ്മിൽ 4,426, എമ്മിൽ 8,153, എൻ ആറിൽ 36,914. അടുത്ത PK ദാസ് നോക്കുമ്പോൾ എമ്മിൽ 6,367, എൻ ആറിൽ 40,333. ഓക്കെ, അടുത്ത കേരള മെഡിക്കൽ കോളേജ് പാലക്കാട് നോക്കുമ്പോൾ എമ്മിൽ 4,007, എമ്മിൽ 14,034, എൻ ആറിൽ 43,596. അടുത്ത കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് നോക്കുമ്പോൾ എമ്മിൽ 6,778, എമ്മിൽ 13,569. ഏകദേശം എമ്മിലൊക്കെ ഇവിടെ 14,000 13,000 ഒക്കെ കേരള മെഡിക്കൽ കോളേജ് പാലക്കാടിലും കരുണയിലും കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾ മുസ്ലിം മൈനോറിറ്റി വഴിയൊക്കെ സീറ്റ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പരമാവധി മൈനോറിറ്റി വൈസ് കോളേജുകൾ കൊടുക്കാൻ നോക്കുക. ഏകദേശം 14,000 റാങ്കോ കയറിക്കുന്നത് ഈ ഒരു 14 വരെ കയറുന്നല്ല, എന്നാലും നിങ്ങൾക്കൊരു ചാൻസ് കാണുന്നുണ്ട്. കറക്റ്റ് അതേ ഫോർമാറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് കാണുന്നുണ്ട്. കൊടുത്തിട്ട് നോക്കുക. ഒരു ഹെൽപ്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ അത്രയും സേഫ് ആയിട്ടൊരു ബാക്കപ്പ് ഓപ്ഷൻ വെച്ചിട്ട് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ആര് ഈ 14,000 ഇല്ല. കാരണം കറക്റ്റ് ഇയർ കയറും നമുക്ക് അറിയില്ലല്ലോ. കഴിഞ്ഞ ഇയറിൻ്റെ അതേപോലെയാണ് ഈ ഇയർ കയറും. പിന്നെ തേർഡ് കഴിഞ്ഞ സ്ട്രെയിൻ, പക്ഷേ സ്ട്രെയിനെ ഞാൻ എല്ലാവരും ചോദിക്കുമ്പോഴും ഞാൻ പറയില്ല സ്ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. നമുക്ക് സ്ട്രെയിൽ ആ കോളേജിൽ സീറ്റ് ബാക്കി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ട്രെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് സ്ട്രെയിൻ അങ്ങനെ പറയുന്നത്. അടുത്ത NR ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ 42,368. ഓക്കെ, അടുത്ത കരുണ കഴിഞ്ഞ് ഇനി മലങ്കര ഓർത്തഡോക്സ് സിറിയാൻ ചർച്ച് നോക്കുമ്പോൾ AC-യിൽ 8,422, എമ്മിൽ 2,924, എൻ സിയിൽ 25,795, എൻ ആറിൽ 17,537. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് നോക്കുമ്പോൾ എമ്മിൽ 4,387, എൻ ആറിൽ 39,115. അടുത്ത മൗൺസിക മെഡിക്കൽ കോളേജ് നോക്കുമ്പോൾ AC-യിൽ 12,686, എമ്മിൽ 7,002, എൻ ആറിൽ 44,673. അടുത്ത പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വാളയാർ നോക്കുമ്പോൾ എമ്മിൽ 7,078, എൻ ആറിൽ 43,963. അടുത്ത പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നോക്കുമ്പോൾ AC-യിൽ 8,708, എമ്മിൽ 2,831, എൻ സിയിൽ 27,136, എൻ ആറിൽ 19,586. ഓക്കെ, അപ്പോൾ ഇതിന് മനസ്സിലായി വിചാരിക്കും. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ കാറ്റഗറിയിൽ വരുന്നെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലക്ക എറണാകുളം നോക്കുമ്പോൾ എമ്മിൽ 5,134, എൻ ആറിൽ 33,229. ഓക്കെ, അടുത്ത ഡോക്ടർ സോമർവേൽ CSI മെഡിക്കൽ കോളേജ് കരാക്കണ്ണ നോക്കുമ്പോൾ AC-യിൽ 11,338, എമ്മിൽ 4,860, എൻ സിയിൽ 36,297, എൻ ആറിൽ 29,146. അടുത്ത SUT അക്കാഡമിക് ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം നോക്കുമ്പോൾ എമ്മിൽ 5,181, എൻ ആറിൽ 42,617. ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം നോക്കുമ്പോൾ എമ്മിൽ 4,755, മുസ്ലിം മൈനോറിറ്റിയിൽ 10,302, എമ്മിൽ 32,860, എൻ ആറിൽ 28,529. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾ മുസ്ലിം മൈനോറിറ്റിയോ അല്ലെങ്കിൽ പുറത്ത് കൗൺസിലിംഗ് ചെയ്യുന്നോ, വേറെ സ്റ്റേറ്റ്സിൽ കേരളത്തിൽ പകുതി പഠിച്ച് പുറത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ, NRI നോക്കുന്നവർ, NRI വഴി മുസ്ലിം മൈനോറിറ്റിയിൽ നോക്കുന്നവർ, അങ്ങനെ കുറേ കാറ്റഗറീസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ EW, ഈഴവ, മുസ്ലിം മൈനോറിറ്റി, MU, BH ഒക്കെ BHൻ്റെ ഒക്കെ പുറമെ മുസ്ലിം മൈനോറിറ്റിക്കും ബാക്കി ഓൾ ഇന്ത്യ മെറിറ്റിനും കുറേ റിസർവേഷന്, ഇപ്പോൾ എക്സാമ്പിൾ എക്സ് സർവീസ്മാൻ്റെ റിസർവേഷനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഈ ഒരു റിസർവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് എന്താ പറയുക അയച്ചു കൊടുക്കുക, അവരിത് കണ്ടോട്ടെ. കാരണം ഇത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ്. ഈ 2025 പോലെ തന്നെ 26 വരുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇയർ വൈസ് മാറ്റങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്, കാരണം ഞാൻ ഓൾറെഡി മറ്റേ വീഡിയോസൊക്കെ ചെയ്തപ്പോൾ അതിലൊന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്